ഹലോ അസ്സലാമു അലൈക്കും. ഇൻട്രോ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ ഇത് എന്താ സംഭവമെന്ന്. അതായത് കൂർഗിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ബൈലക്കുപ്പ് ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത്. അവിടുത്തെ കുറച്ച് വീഡിയോസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതായത് കുശാൽ നഗറിൽ നിന്ന് 5 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇവിടെ എത്താം. അതേപോലെ മൈസൂരിൽ നിന്ന് ഏകദേശം 87 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് ഈ ബൈലക്കുപ്പ് ഗോൾഡൻ ടെമ്പിളിലേക്ക് എത്തൽ. ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് ഈ ബൈലക്കുപ്പ് ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത്, അഥവാ നാംഡ്രോളിംഗ് മൊണാസ്ട്രി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. അതായത് ഒരുപാട് ബുദ്ധവിഹാരങ്ങളും അതിമനോഹരമായ നല്ല നല്ല ചിത്രങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്ന ഒരു ബുദ്ധ സന്യാസിമാരുടെയും സന്യാസിനികളുടെയും ഒരു സംഘം താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. നമ്മൾ വിനോദസഞ്ചാരികൾക്ക് അല്ലെങ്കിൽ നമുക്കൊക്കെ ഇവിടെ സന്ദർശിക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ സന്ദർശിക്കാൻ വേണ്ടി പറ്റും. മാർച്ച് ഫെബ്രുവരി മാസത്തൊക്കെ ഇവരുടെ ഒരു ന്യൂ ഇയർ ആഘോഷമുണ്ട്. അപ്പോൾ ആ ടൈമിൽ പോയാൽ അവരുടെ ആ ആഘോഷങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ നാംഡ്രോളിംഗ് മൊണാസ്ട്രിയുടെ അകത്ത് കാണാൻ വേണ്ടി പറ്റും. അതായത് സ്വർണ്ണത്തിൽ പൂശിയ 40 അടി ഉയരത്തിലുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് കാണാൻ വേണ്ടിയിട്ട്. സന്യാസിമാരൊക്കെ അവരുടെ മതപരമായ ആചാരങ്ങൾ അതുപോലെ തന്നെ ഉച്ചത്തിൽ പ്രാർത്ഥനകൾ ചൊല്ലുന്നത് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ എതിർവശത്തായിട്ട് ഒരു ടിബറ്റൻ ഷോപ്പിംഗ് സെൻറ്റർ തന്നെയുണ്ട്. അതായത് ഈ ആഭരണങ്ങളും കരകൗശല വസ്തുക്കളും ഇതുപോലത്തെ ഒരുപാട് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് വിൽക്കുന്ന ഒരു കോർണർ തന്നെയുണ്ട്. അതുപോലെ തന്നെ ടിബറ്റൻ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അതിനുള്ള കഫേകളും സെൻറ്ററുകളും തന്നെ അവിടെയുണ്ട്.
മൈസൂരിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ ഈ ഗോൾഡൻ ടെമ്പിൾ, അതായത് ഈ നംറോളിംഗ് മൊണാസ്ട്രി. നമ്മൾ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കേണ്ടേ ഇതുപോലെ ബുദ്ധ സന്യാസിമാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്നൊക്കെ. അപ്പോൾ എന്താ അവർക്കും ഒരു കൗതുകമായിരിക്കും ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോഴേ. ഞാനിവിടെ വന്നിട്ടുള്ളത് 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. സ്കൂളിൽ നിന്ന് ടൂറ് വന്നപ്പോഴാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ വീഡിയോസിലൊന്നും തന്നെ ഞാനില്ല. ബിക്കോസ് ഈ യാത്രയിൽ ഞാൻ ഉണ്ടായിട്ടില്ല. കാരണം ഇക്കാക്ക വന്ന ടൈമിലാണ് ഈ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. എന്നോട് പറഞ്ഞു നിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്, എന്നാൽ പിന്നെ ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടിഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്